ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. മഹാഭുജനും അമേയ ബലവാനും പടുകൂറ്റനുമായ കുംഭകർണൻ പറഞ്ഞത് കേട്ട മഹോദരൻ, രാജാവെ കുംഭകർണ, അങ്ങ് ഏറ്റവും ഉയർന്ന കുലജാതനാണ്. എന്നാൽ ദീർഘദൃഷ്ടിയില്ലാത്തതിനാലും അഹങ്കാരത്താലും ഭള്ളിനാലും ഏതു കാര്യവും അറിയുവാൻ അശക്തനായിരിക്കുന്നു. നമ്മുടെ തമ്പുരാന് ന്യായാന്യായങ്ങൾ അറിയുകയില്ലെന്നോ? സാധാരണ ചെറുപ്പക്കാർക്ക് ഉണ്ടാകാറുള്ള ധാടിയാലാണ് അങ്ങ് അങ്ങനെ പറഞ്ഞത്. ദേശകാല വിഭാഗജ്ഞനായ രാക്ഷസ ഋഷഭൻ തൻ്റെയും ശത്രുക്കളുടെയും ക്ഷയവൃദ്ധികളെ നിത്യവും അറിയുന്നവനാണ്. സാമ്യവും നിശ്ചയമുണ്ട്. വൃദ്ധന്മാരായ വിഘ്നന്മാരെ ശുശ്രൂഷിക്കാത്ത സംസ്കാരമില്ലാത്തൊരുവൻ സ്വന്തം ശക്തിയാൽ ചെയ്യാത്തത് പണ്ഡിതനായ ഏതൊരുവൻ ചെയ്യും? ധർമാർത്ഥ കാമങ്ങളെ പറ്റി വേർതിരിച്ച് അങ്ങ് പറഞ്ഞുവല്ലോ. അവയുടെ തത്വം മനസ്സിലാക്കത്തക്ക ശേഷി അങ്ങേക്ക് ലേശം പോലുമില്ല. ഏതൊരു സംഭവത്തിനും കാരണമായിട്ടുള്ളത് കർമ്മമാണ്. നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലങ്ങൾ ഒരുവനിൽ തന്നെ നോക്കിയാൽ മതി, കാണുവാൻ സാധിക്കും. ധർമ്മത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും സദ്ഫലമാണ് മുക്തി. അല്ലെങ്കിൽ ധർമാർത്ഥങ്ങളെ കൊണ്ടു തന്നെ മുക്തി നേടാം. ധർമാർത്ഥങ്ങൾ തെറ്റായി ആചരിച്ചാൽ വിപരീതങ്ങളായി തീരും. അധർമ്മമോ അനർത്ഥമോ ആകാത്ത ജീവിതം കൊണ്ട് തന്നെ ഇഹലോക സുഖവും പരലോക സുഖവും ജീവികൾക്ക് അനുഭവിക്കാം. കാമത്തെ യഥാവിധി അനുസരിക്കുന്നവ ശുഭഫലത്തെയാണ് നേടുന്നത്. നമ്മുടെ തമ്പുരാൻ എങ്ങനെയാണ് ആലോചിച്ചത്? അതിനെ ഞങ്ങളെല്ലാം അനുകൂലിക്കുകയും ചെയ്തു. മാറ്റാരിൽ സാഹസം ചെയ്യുന്നതിൽ എന്താണ് അനീതിയായിട്ടുള്ളത്? മാറ്റാരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എതിരിടാമെന്ന് അങ്ങ് പറഞ്ഞതിലും അനൗചിത്യവും ദോഷവുമാണ് ഞാൻ കാണുന്നത്. അതും ഞാൻ പറയാം. ജനസ്ഥാനത്ത് വെച്ച് അനേകായിരം രാക്ഷസ പ്രമുഖന്മാർ എല്ലാവരും ഒരുപോലെ ഉജ്ജ്വല വിക്രമികളായിട്ടും രാമനോട് നേരിട്ടപ്പോൾ ഹതരായി. അങ്ങൊറ്റയ്ക്ക് എങ്ങനെയാണ് നേരിടുക, ജയിക്കുക? ജനസ്ഥാനത്ത് വെച്ച് ഹതരായ കരുത്തേറിയ നിശാചര ബന്ധുക്കൾ ഭയത്തോടുകൂടി ലങ്കയിൽ വസിക്കുന്നത് അങ്ങ് കണ്ടില്ലേ? സുഷുപ്തിയിലാണ്ടു കിടക്കുന്ന ക്രുദ്ധ സിംഹത്തെ, ഉഗ്ര സർപ്പത്തെ പോലെയുള്ള കാകുൽസ്ഥ വംശജാതനായ രാമനെ ഉണർത്തുവാനാണ് അങ്ങ് പോകുന്നതെന്ന് ഓർമ്മ വേണം. അന്തകനെ പോലെ ആർക്കും പൊറുക്കുവാൻ കഴിയാത്തവനോട് ഏതൊരുവനാണ് അടുക്കുവാൻ കഴിയുക? ശത്രുവിനെ നേരിട്ട് നിൽക്കുമ്പോൾ എല്ലാം സംശയത്തിൽ ആയിട്ടാണ് കാണുന്നത്. അങ്ങ് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്നതിൽ എനിക്ക് തീരെ സമ്മതമില്ല. സുസമൃദ്ധാർത്ഥനായൊരു ശത്രുവിനെ വെറുമൊരു പ്രാകൃതനെ പോലെ വിജയിക്കുവാൻ ഒരുങ്ങുന്നവൻ പ്രാണത്യാഗത്തിന് ഉറച്ചവനാണ്. അല്ലയോ രാക്ഷസപ്രഭു, മനുഷ്യവംശത്തിൽ രാമനെ പോലെ ഒരുവനില്ല. അങ്ങനെ സൂര്യനോടും ഇന്ദ്രനോടും തുല്യ തേജസ്വി എന്ന അദ്ദേഹത്തോട് അംഗം വെട്ടുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് എങ്ങനെ? യുദ്ധോദ്യുക്തനായിരിക്കുന്ന കുംഭകർണനോട് ഇത്രയും പറഞ്ഞ മഹോദരൻ ലോകങ്ങളെ മുഴുവൻ കരയിപ്പിക്കുന്ന രാവണനോട് തുടർന്നു, മഹാപ്രഭോ, രാക്ഷസേശ്വര, ആ സീതയെ കയ്യിൽ കിട്ടിയിട്ടും ഇനി എന്തിനാണ് വൈകിക്കുന്നത്? സീതയെ പാട്ടിലാക്കുവാൻ ഞാൻ ഒരു ഉപായം കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ അവിടത്തേക്ക് സീത പാട്ടിലാകും. അവിടുന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ചിന്തിച്ച് നല്ലതാണെന്ന് തോന്നിയാൽ സ്വീകരിക്കൂ. ഞാൻ രുചിഹൻ, സംഭ്രാതി, കുംഭകർണൻ, വിദർധനൻ എന്നീ 5 പേർ രാമനെ നിഗ്രഹിക്കുവാൻ ഉടനെ പോകണമെന്ന് ഉദ്ഘോഷിക്കണം. ഞങ്ങൾ അവിടെ ചെന്ന് സർവയജ്ഞങ്ങളും ചെയ്ത് രാമനെ എതിരിടാം. അവിടുത്തെ ശത്രുക്കളെ ഞങ്ങൾക്ക് നിഗ്രഹിക്കുവാൻ സാധിച്ചാൽ യാതൊരു ഉപായവും പിന്നീട് ആവശ്യമില്ല. അതല്ല, ഞങ്ങളും ശത്രുക്കളും യുദ്ധത്തിൽ ഹതരാകാതിരുന്നാൽ പിന്നീട് മനസ്സുകൊണ്ട് ആലോചിച്ച് ഉറച്ചത് ചെയ്യാം. രക്താഭിഷിക്തരായി ഞങ്ങൾ യുദ്ധക്കളത്തിൽ നിന്ന് ഇവിടെ എത്താം. രാമൻ്റെ കൂരമ്പുകൾ കൊണ്ട് കീറിയ ശരീരത്തോടെ രാമലക്ഷ്മണന്മാരെ ഞങ്ങൾ തിന്നുകഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുത്തെ തൃക്കാൽ പിടിക്കാം. അവിടുന്ന് ഏറ്റവും സന്തുഷ്ടനായി ഞങ്ങൾക്ക് സമ്മാനവും തരണം. പിന്നീട് ആനപ്പുറത്ത് പെരുമ്പറ വെച്ച് കൊട്ടി നഗരിയിൽ മുഴുവൻ രാമലക്ഷ്മണന്മാർ സൈന്യങ്ങളോടുകൂടി ഹതരായി എന്ന് കൊട്ടി അറിയിക്കണം. സന്തുഷ്ടഭാവത്തോടെ നിന്തിരുവടി സർവഭൃത്യന്മാർക്കും സന്തോഷത്തെ കൽപ്പിച്ചേകണം. സുഖങ്ങൾ, പരിവാരങ്ങൾ, ആഗ്രഹങ്ങൾ, ധനങ്ങൾ എന്നിവ യഥേഷ്ടം ദാനം ചെയ്തേക്കണം. വീരയോദ്ധാക്കൾക്ക് വസ്ത്രങ്ങൾ, അനുലേപങ്ങൾ, മാലകൾ, പേയദ്രവ്യങ്ങൾ തുടങ്ങിയവ ധാരാളം നൽകണം. അതിമോദത്തോടെ അവിടുന്ന് ധാരാളം വീര്യമദ്യങ്ങൾ പാനം ചെയ്യണം.
സാനുജനായ രാമൻ പടകളോടുകൂടി അരക്കന്മാർക്ക് ഇരയായി തീർന്നു എന്നിങ്ങനെ ഒരു സംസാരം എല്ലായിടത്തു വെച്ചും പറഞ്ഞു തുടങ്ങിയാൽ ഏകാന്തത്തിൽ സീതയെ സമാശ്വസിപ്പിക്കാൻ അവിടുന്ന് എഴുന്നള്ളണം. ഇഷ്ടം പോലെയുള്ള ദിവ്യരത്ന ധനാദികൾ സീതയെ പ്രലോഭിപ്പിക്കുകയും വേണം. ഈ കള്ളപ്പണി കൊണ്ട് സീത അതിദുഃഖത്തിലാഴും. അനാഥയായെന്ന് പൂർണ്ണ ബോധ്യം വരും. യാതൊരു തുണയുമില്ലാതെ നിരാശയായി തീർന്ന ജാനകി അവിടുത്തെ പാട്ടിൽ വരാതിരിക്കുകയില്ല. സസ്നേഹം യോജിക്കുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ഭർത്താവിൻ്റെ വിനാശവർത്തമാനം പൂർണ്ണമായി വിശ്വസിച്ചാൽ നിരാശയാലും സ്ത്രീകളുടെ ചാബല്യത്താലും അവിടുത്തെ പാട്ടിലാകും. ഏറ്റവും സുഖജീവിതം നയിച്ചവളും ഇന്ന് ദുഃഖിക്കുന്നവളും എന്നാൽ യഥാർത്ഥത്തിൽ സുഖാർഹയുമായ വൈദേഹി നിന്തിരുവടിയിൽ സുഖം കണ്ട് സ്വാധീനയാകും. അതാണ് ഞാൻ കണ്ടുവച്ച ഉപായം. ആ രാമനെ തിരുമേനി കാണുകയേ അരുത്. കണ്ടാൽ ആപത്തിന് കാരണമായി തീരും. അവിടുന്ന് അടരാടാതെ ആഗ്രഹിച്ച സുഖങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും. ഒട്ടും ഉത്കണ്ഠിതനാകരുതേ ഹേ രാജരാജ. സൈന്യമൊട്ടും നശിക്കാതെ യാതൊരു സംശയത്തിലും പെടാതെ യുദ്ധം ചെയ്യാതെ ശത്രുവിനെ ജയിക്കാൻ സാധിച്ചാൽ ഒരു ഭൂപതിക്ക് പുണ്യവും യശസ്സും ലക്ഷ്മിയും അഭിവൃദ്ധിയും ചിരമായി സമ്പാദിക്കാം. ഇത് കേട്ട കുംഭകർണൻ മഹോദരനിൽ ഒട്ടും തന്നെ സന്തുഷ്ടനായില്ല. അല്പം നിന്ദാഭാവം കൂടി ഉണ്ടായി. എങ്കിലും അരർക്കർക്കോനായ അഗ്രജനോട് തുടർന്നു പറഞ്ഞു, പ്രഭോ, ആ ദുരാത്മാവായ രാമനെ കൊന്ന് അവിടുത്തെ ഭയം തീർക്കുകയായി ഞാൻ. നീ ശത്രുവായ ജ്യേഷ്ഠൻ സസുഖം അന്തപുരത്തിൽ വസിക്കൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഘോരയുദ്ധത്തിൽ സാധിപ്പിക്കുന്നത് കാണൂ. അവനവൻ തന്നെ പുകഴ്ത്തുക എന്നത് ശരിയല്ലല്ലോ. ശൂരന്മാരായ വൻ ദുഷ്കരങ്ങളായ തൊഴിലുകൾ ചെയ്യുകയേ പതിവുള്ളൂ. ഹേ മഹോദര, ബുദ്ധിയും ചുണയുമില്ലാത്ത നിന്നെപ്പോലെയുള്ളവർ പണ്ഡിതമാന്യന്മാർ പറയുന്നത് കേട്ട അരജന്മാർക്ക് ഇത്തരത്തിലുള്ള ആപത്തുകൾ പറ്റും. നിങ്ങൾക്ക് യുദ്ധമെന്ന് കേൾക്കുമ്പോഴേക്കും ഭയം തോന്നും. പോരിന് കൊള്ളുകയേയില്ല. സേവ പറയുവാൻ ധാരാളം സാധിക്കുകയും ചെയ്യും. രാജാവിൻ്റെ പിന്നാലെ നടന്ന് സ്തുതികൾ ഘോഷിച്ച് കാര്യങ്ങളെല്ലാം വഷളാക്കി തീർത്തു. ലങ്കയിൽ രാജാവ് മാത്രം അവശേഷിക്കുകയായി. എല്ലാ ഐശ്വര്യവും നശിച്ചു കഴിഞ്ഞു. അങ്ങ് ഭൂപതിയിൽ അല്പവും സ്നേഹം കാണിച്ചിട്ടില്ല. ശത്രുവിൻ്റെ കാര്യസാധ്യമാണ് ഇതുവരെയും ഉണ്ടാക്കിയത്. ഹേ മഹോദര, ശത്രുക്കളെ ജയിക്കുവാൻ വേണ്ടി ഞാനിതാ യുദ്ധകളത്തിലേക്ക് പോകുന്നു. നിങ്ങളെല്ലാവരും ചേർന്നുണ്ടാക്കിയ ആപത്തുകൾ അടരാടി ഇന്ന് തീർത്തുകൊള്ളാം. ബുദ്ധിമാനായ കുംഭകർണന്റെ ഇത്തരം വാക്കുകേട്ട രാവണൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, കുംഭകർണ, രാമനെ പേടിച്ച് ചൂളുന്നവനാണ് ഈ മഹോദരൻ. സംശയമില്ല, യുദ്ധസമർത്ഥനായ ഉണ്ണി. ഇവർക്ക് യുദ്ധമെന്നു കേൾക്കുന്നതേ രുചിക്കുന്നില്ല. നിന്നെപ്പോലെ സ്നേഹസമ്പൂർണനായി അതിശക്തനായ ഒരു ബന്ധു എനിക്ക് ഇല്ല. ഹേ കുംഭകർണ, ശത്രു സംഹാരത്തിനും വിജയത്തിനുമായി പോകൂ. ഇവരുടെയും എൻ്റെയും ഭയം നശിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഇപ്പോൾ ഉണർത്തിയത്. സ്നേഹമുള്ള രാക്ഷസന്മാരുടെ സഹായം ഈ ഘട്ടത്തിലാണ് വേണ്ടത്. അരിമർദ്ദനനായ ഉണ്ണി, മൃത്യുപാശമേന്തിയ യമനെ പോലെ ശൂലവും എടുത്ത് പോകൂ. ഇഷ്ടം പോലെ വാനരന്മാരെയും സൂര്യശ്രീ തുല്യന്മാരായ രാജകുമാരന്മാർ രാമലക്ഷ്മണന്മാരെയും ഭക്ഷിക്കൂ. നിന്റെ ആകൃതി കണ്ടാൽ തന്നെ കുരങ്ങന്മാർ നാനാ വഴിക്കും ഓടിക്കൊള്ളും. രാമലക്ഷ്മണന്മാരാകട്ടെ ഹൃദയം പൊട്ടി വീഴുകയും ചെയ്യും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.